ഇപ്പം പെയ്യുന്ന മഴയില്ല. ചങ്ങനാശ്ശേരി നമ്മൾ ക്യാമറ ഓൺ ചെയ്ത ആ കാലത്ത് തുടങ്ങിയ മഴയാണ്. അനിവേഷയോട് അല്ലെങ്കിൽ നമ്മുടെ സിനിമയോട് ഇത്രയും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച മറ്റൊരു പ്രതിഭാസ പ്രകൃതിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. അരാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ സത്യത്തിൽ ഒരു തലമുറയെ മുഴുവൻ അരാഷ്ട്രീയം വൽക്കരിക്കുന്നതിന് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പൊളിറ്റിക്കലായ ആളുകളും ഉണ്ട് തലമുറയിൽ. പിന്നെ ഈ ജനറേഷനിൽ അരാഷ്ട്രീയത കൂടുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ആരെ കാരണം? നമ്മളൊക്കെയാണ്. ചില ക്ഷേത്രങ്ങളിൽ തൊഴാൻ പോകുന്ന പോലെയാണ് VIP സാധാ ദൈവം എന്ന് തന്നെയുള്ളൂ. പക്ഷെ പരിഗണന ഡിഫറൻ്റ് ആണ്. അത് മുത്തങ്ങയില്ല, ഞാൻ അവസാനമാണ് പോയത്. ഏറ്റവും അവസാനമാണ് മുത്തങ്ങയിൽ പോയത്. കാരണം ഈ സിനിമ നമ്മളെ അകത്തുള്ളതുകൊണ്ട് തന്നെ അതൊരു വല്ലാത്തൊരു എന്തൊരു പേടിപ്പെടുത്തുന്നൊരു സ്ഥലമായിട്ടാണ് മുത്തങ്ങ നമ്മളിലേക്ക് വരുന്നത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത്, ഞാൻ 2011 വർക്ക് ചെയ്തത്, വീൽ ബേസിൻ്റെ മുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന് ആ ക്രെയിൻ യൂണിറ്റിൻ്റെ മുതലാളി അസഭ്യം തെറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണീര് ആ ചോറിൽ വീണിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ കഥാപാത്രങ്ങൾ, അവരുടെ മാനറിസം, അവരുടെ ഭാഷ, അപ്പോൾ ഇതിനകത്ത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓൺ ഗ്രൗണ്ടിൽ പോയിട്ട് സ്റ്റഡീസ് നടന്ന അവർ റിസ്ക് എടുക്കാൻ തയ്യാറായി തന്നെ വിശ്വാസമാണ്. കണ്ടന്റ് കിട്ടി. പിന്നെ അനുരാജുമായിട്ട് ഉള്ള സൗഹൃദം ഉണ്ടായിരുന്നു. നമസ്കാരം. നരിവേട്ട എന്ന ചിത്രത്തിൻ്റെ സംവിധായകനും എഴുത്തുകാരനുമാണ് മീഡിയ വണ്ണോടൊപ്പം ഉള്ളത് അനുരാജ് ആൻഡ് അബി. സ്വാഗതം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് പോലും അട്ടപ്പാടിയിലൊരു ആദിവാസി ആക്രമിക്കപ്പെട്ടിട്ടുള്ള സംഭവം നടന്നിട്ടേ ഉള്ളൂ. ഇന്നും അതൊട്ടും അഡ്രസ്സ് ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ മുഖ്യധാരയിലേക്ക് എത്താതെ ഇരിക്കുന്ന, പത്രങ്ങളിൽ പോലും അങ്ങനെ വരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നരിവേട്ട എത്തുന്നത്. നരിവേട്ട ആളുകളുടെ ഇടയിൽ സംസാര വിഷയമാകുന്നത്. മറന്നുപോയൊരു ചരിത്രം ഓർമ്മിക്കപ്പെടുകയാണല്ലോ അവിടെ. ഇത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു അനുഭവം, ഇപ്പോൾ ഒരു സിനിമ ഇറക്കുന്നു, കൊമേഴ്ഷ്യലി അത് ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയാകുന്നു എന്നുള്ളതിൻ്റെ കൂടെ ഒരു ഫീൽ ഉണ്ടല്ലോ. എന്ത് തോന്നുന്നു ആഫ്റ്റർ റിലീസ്? രണ്ടുപേരോടും കൂടെ. ആഫ്റ്റർ റിലീസ് വളരെ സന്തോഷമുള്ള വെച്ചാൽ ആളുകളുടെ ഒരു പ്രതികരണമാണ്. അപ്പം സിനിമ ഹിറ്റാവണം, ഉറപ്പായിട്ടും പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടണം. പക്ഷേ അതിന് അപ്പുറത്ത് ഭയങ്കരമായ റെസ്പോൺസ് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ റെസ്പോൺസ് വന്നു. ആളുകൾ വളരെ ഇമോഷണലായിട്ട് നമ്മളെ വിളിക്കുന്നു. ഒരു പരിചയമില്ലാത്ത ആൾക്കാർ പോലും നമ്പർ തപ്പിയെടുത്ത് വിളിക്കുന്നു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, മെസ്സേജ് അയക്കുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഈ വിഷയങ്ങൾ ഒരു കാലഘട്ടത്തിന് ശേഷം വീണ്ടും നമ്മുടെ എന്താ പറയുക പബ്ലിക് ഡൊമൈനിൽ വന്നു എന്നുള്ളതും സിനിമയുടെ ഒരു പൊളിറ്റിക്കൽ നേട്ടമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ പറയുന്ന കുന്തേരയുടെ വാക്കുകളും അത് തന്നെയാണല്ലോ. അത് ഇന്റൻഷനലി പ്ലേസ് ചെയ്തതാണോ? അങ്ങനത്തെ ആ ഒരു എഫക്റ്റ് തിരിച്ചു കിട്ടിയെന്ന് തോന്നുന്നു. എനിക്ക് തിരക്കഥ തരുന്ന സമയത്ത് എഴുതി വെച്ച വാക്കാണ്. ആ സമയത്ത് മുതലുള്ളതാണ്. ആ സിനിമയുടെ രക്തം ചുരുക്കും അതാണല്ലോ. അതെ. അപ്പോൾ ഈ അവൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ തിയേറ്ററിസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളെ വന്ന് കെട്ടിപ്പിടിക്കുകയും തൊടുകയും സംസാരിക്കുകയും ചെയ്യുന്നു. നമ്മൾ കുറച്ച് കാലമായി സിനിമയിൽ വർക്ക് ചെയ്യുന്നതാണല്ലോ. അപ്പം അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഇപ്പം കൊമേഴ്ഷ്യലി ഇതിൻ്റെ വാല്യൂവിനപ്പുറത്ത് ഇത്രമേൽ റൈറ്റിങ്സ് വന്ന സിനിമ എനിക്കൊന്ന് നമ്മുടെ സിനിമയായിട്ട് പറയുന്നതല്ല, നാനാ വിധങ്ങളായിട്ടുള്ള എഴുത്തുകൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു പരിചയമില്ലാത്ത ആൾക്കാർ നമ്മളെ വിളിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അത് സിനിമയുടെ ശക്തി തന്നെയാണ്. അപ്പം അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത് അനുഭവിച്ചാൽ സുഖമുള്ളൊരു വികാരമാണ്. ഇതിൻ്റെ സംസാരങ്ങളിൽ എപ്പോഴും കേൾക്കുന്നത്, ഇപ്പം 2003 നടന്നിട്ടുള്ള മുത്തങ്ങയിലെ യഥാർത്ഥ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഒരു ഫിക്ഷൻ വരുന്നത്. അപ്പോൾ പലപ്പോഴും ഇത്തരം സമരചരിത്രങ്ങൾ പുതിയ തലമുറയ്ക്ക് അറിയില്ല. അവരിതിനോട് വളരെ അരാഷ്ട്രീയമായി സമീപനമാണ് പുലർത്തുന്നതെന്നൊക്കെയുള്ള സംസാരങ്ങളും വായനകളും ഒക്കെ വരുന്ന അതേ സമയത്ത് തന്നെ തിയേറ്ററിൽ പോകുന്ന യൂത്ത് അവർ കൂടെ നരിവേട്ട ഏറ്റെടുക്കുന്നുണ്ടല്ലോ. ഈ അരാഷ്ട്രീയമായിട്ടുള്ള യൂത്താണ് ഇവിടെ എന്നുള്ളത് തോന്നുന്നുണ്ട്. കാരണം നരിവേട്ടയ്ക്ക് അങ്ങനെയുള്ളൊരു പ്രതികരണമേ അല്ല വരുന്നത്, യൂത്തിനെ കൂടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടല്ലോ. കാലത്തിനനുസരിച്ചാണ് ആ തലമുറ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുക. അപ്പം നമ്മൾ ജനിച്ച 90കളിൽ ജനിച്ച നമ്മൾ യുവാക്കളായി കൗമാരക്കാരായിട്ടുള്ള കാലത്തുള്ള രാഷ്ട്രീയം അല്ല ഇപ്പോഴത്തെ രാഷ്ട്രീയം. അത് അവരുടെ കാലത്തെ രാഷ്ട്രീയത്തെയും അവരുടെ കാലത്തെ അടയാളപ്പെടുത്തുന്ന തരത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയത എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കാലത്തും രാഷ്ട്രീയത ഉണ്ടായിട്ടുണ്ട്. അപ്പം കൃത്യമായി രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള, കൃത്യമായി പൊളിറ്റിക്കൽ റീഡിംഗ് ഉള്ള ആൾക്കാർ നമ്മുടെ പുതിയ ജനറേഷൻ്റെ ഇടയിലുണ്ട്. പിന്നെ നമ്മുടെ സിനിമ എനിക്ക് തോന്നുന്നത് കൂടുതൽ നമ്മൾ ജൻസീന എന്ന് പറയുന്ന വിഭാഗത്തിനെ
നമ്മൾ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ അവർക്ക്. ഇത് വെച്ചാൽ അന്ന് നടന്നൊരു സംഭവം. പക്ഷേ സിനിമയുടെ ഹ്യൂമൻ ഇമോഷൻസ് പ്രായഭേദമന്യേ എല്ലാവർക്കും കണക്റ്റ് ആവുന്നതാണ്. ഇപ്പോൾ തിയേറ്ററിൽ തന്നെ പോയാൽ നിങ്ങൾക്കടക്കം അറിയാം, കുഞ്ഞുങ്ങളാണ് കൂടുതൽ ഇമോഷണൽ ആവുന്നത്. കുറച്ച് മറ്റു ചിലർ പോസ്റ്റ് ചെയ്യുന്ന റീലുകളിലും അതുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ ഫ്രണ്ട് വിളിച്ചു, മകനൊക്കെ 10ാം ക്ലാസ്സിൽ വെക്കേഷൻ, അവർ ഫ്രണ്ട്സ് 4 പേര് പോയിട്ടുണ്ട്, 4 പേർക്ക് ഇഷ്ടപ്പെട്ടെന്നു. അപ്പോൾ ചോദിച്ചു നിനക്ക് എങ്ങനെയാണ് പടം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അല്ല അത് എൻഗേജിങ് ആണ്, പിന്നെ അത് അവസാനമായപ്പം കുറച്ച് ഇമോഷണൽ ആയിരുന്നു. ഈ പറയുന്ന ഒരു അരാഷ്ട്രീയത എന്ന് പറയുന്നത് കുറച്ചുകൂടെ അക്സെപ്റ്റബിൾ ആയിട്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് കാണാറുണ്ട്. ഇപ്പം പുതുതലമുറയിലാണെങ്കിൽ പോലും യൂത്തിലാണെങ്കിൽ പോലും. അതേസമയം തന്നെ നമ്മുടെ ഇടയിൽ വിസാരണ പോലുള്ള സിനിമകളായിരുന്നു, ജയ്ഭീം പോലുള്ള സിനിമകളായിരുന്നു. പൊളിറ്റിക്കലായിട്ടുള്ള ഇപ്പോൾ തമിഴിൽ കന്നഡയിൽ വരുന്ന സിനിമകൾ, ഇത്തരം പൊളിറ്റിക്കലായിട്ടുള്ള സിനിമകളിലൂടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് കൂടുതലായിട്ട് മലയാള സിനിമ ഉപയോഗിച്ച് കണ്ടിട്ടില്ല എന്നുള്ള അഭിപ്രായമുണ്ടോ? ഈ പിന്നെ അരാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ സത്യത്തിൽ ഒരു തലമുറയെ മുഴുവൻ അരാഷ്ട്രീയം വൽക്കരിക്കുന്നതിന് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പൊളിറ്റിക്കലായ ആളുകളും ഉണ്ട് തലമുറയിൽ. പിന്നെ ഈ ജനറേഷനിൽ അരാഷ്ട്രീയത കൂടുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ആരെ കാരണം? നമ്മളൊക്കെയാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഈ സമൂഹത്തിലുള്ളവർ, ഇതിൽ പ്രതികരിക്കുന്ന ആൾക്കാരൊക്കെയാണ്. പണ്ട് ഒരു 10-50 വർഷം മുമ്പ് ഈ യുവജന രാഷ്ട്രീയം ഭയങ്കര സജീവവും വൈബ്രൻ്റ് ആയിരുന്നൊരു കാലമുണ്ട്. അന്നത്തെ രാഷ്ട്രീയ നേതാക്കളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്താൽ നോക്കിയാൽ മനസ്സിലാവും, വളരെ സെൻസിബിളായ വിഷയങ്ങളെ പറ്റിയൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഇന്നത്തെ നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മറ്റേ എൽ കെ ജിയിൽ പിള്ളേർ അടികൂടുന്ന പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പോസ്റ്റുകൾ എല്ലാ പാർട്ടികളുടെയും. അപ്പോൾ എന്നിട്ട് പിന്നെ പുതിയ ജനറേഷൻ എന്താ പറയുക, അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. നമുക്കിവിടെ ഉത്തരവാദിത്തമുണ്ട്, മുതിർന്നവർക്ക് കൃത്യമായിട്ട് ഉത്തരവാദിത്തമുണ്ട്. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ കേരളം വളരെ പൊളിറ്റിക്കലായ ഒരു സൊസൈറ്റി ആയതുകൊണ്ട് മറ്റ് ലാംഗ്വേജിൽ വരുന്ന പൊളിറ്റിക്കലായ പടങ്ങളൊക്കെ നമ്മൾ കാണുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു, അത് സ്വാഭാവികമാണ്. പിന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിന് ശേഷം നമുക്ക് അങ്ങനെ ഭയങ്കരമായ സമരങ്ങൾ പറയാനില്ലല്ലോ. ഇപ്പം പിന്നെ മുത്തങ്ങയായാലും ചെങ്ങറ, അതിനുശേഷം വേറെ അങ്ങനെ ഭയങ്കര ലൈവായ ഒരു പബ്ലിക് ഡൊമൈനിനെ നിന്ന് കത്തിച്ച ഒരു സമരം എടുത്തു പറയാൻ നമുക്കില്ല. പക്ഷേ ഇതേ സമയത്ത് CAA പ്രൊട്ടസ്റ്റ് ഒക്കെ വന്ന സമയത്ത് ഇവിടെ വലിയ രീതിയിലുള്ള അജിറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് മൊത്തത്തിലല്ല ഞാൻ പറയുന്നത്, പ്രാദേശികമായ കേരളത്തിന്റെ ഒരു പ്രിമൈസിൽ നിന്നിട്ട്. അതേസമയം 80s ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അങ്ങനെ സിനിമകൾ ഉണ്ടായിരുന്നു. ഇപ്പം ഐ വി ശശി, ടി ദാമോദരൻ, കൂട്ടുകെട്ടില് ഒക്കെ ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു. കാലികമായ രാഷ്ട്രീയത്തെ വിമർശിക്കുകയും പ്രതിപാദിക്കുകയും ചെയ്യുന്ന സിനിമകൾ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ചെയ്ത പകുതി സിനിമയാണെന്ന് പറയും. അതൊരു ദുരന്തമാണ്. ഈ സിനിമ എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഇതൊരു പൊളിറ്റിക്കൽ പ്രിമൈസിൽ സെറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണല്ലോ. ഇത്തരത്തിൽ ഇപ്പോൾ ആദിവാസി വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുള്ള സിനിമകൾ ഇവിടെ നിന്ന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും അതിലൊരു റിസ്ക് ഫാക്ടറുണ്ട്. അതായത് നമ്മൾ ഏത് ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നു, ആർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളത് പലപ്പോഴും അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. നായാട്ട് പോലുള്ള സിനിമകളൊക്കെ അതിൽ വലിയ വിമർശനങ്ങൾ ഏറ്റെടുത്ത സിനിമയായിരുന്നു. നരിവേട്ട ഏറ്റെടുക്കുമ്പോൾ അങ്ങനെ ഒരു അത്ര സെൻസിറ്റിവിറ്റി അതിന് കൊടുക്കണം എന്നുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. അത് എത്രത്തോളം അതിൽ റിഫ്ലക്റ്റ് ആകാൻ സാധിച്ചിട്ടുണ്ട്? അതായത് നരിവേട്ടയെ സംബന്ധിച്ച് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റു സിനിമകളെ കുറിച്ച് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വലിയ കലാപമുണ്ടാകും. ഷാഹി നമ്മുടെ സുഹൃത്താണ്, അവൻ ചിലപ്പോൾ വീട്ടിൽ കയറി തല്ലുകയും ചെയ്യും. അത് പോലീസുമാണ് അല്ലേ, അതിനെക്കുറിച്ചുള്ള ചർച്ച നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നരിവേട്ടയായിട്ട് ബന്ധപ്പെട്ട് നമ്മളെല്ലാം വളരെ വല്ലാണ്ട് പൊള്ളിച്ചൊരു വേദനയാണ് മുത്തങ്ങ അല്ലേ. എൻ്റെയൊക്കെ ഓർമ്മയിൽ നരനായാട്ട് നടന്ന കാലത്തെക്കുറിച്ചാണ് മുത്തങ്ങ എന്ന് പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. നമ്മൾ ഈ ലൊക്കേഷനായിട്ട് റെക്യുമായിട്ട് ബന്ധപ്പെട്ട് വയനാട്ടിൽ മുഴുവൻ കറങ്ങുമ്പോഴും മുത്തങ്ങയിൽ ഞാൻ അവസാനമാണ് പോയത്, ഏറ്റവും അവസാനമാണ് മുത്തങ്ങ പോയത്. കാരണം ഈ സിനിമ നമ്മളെ അകത്തുള്ളതുകൊണ്ട് തന്നെ അതൊരു വല്ലാത്തൊരു ഒരു പേടിപ്പെടുത്തുന്നൊരു സ്ഥലമായിട്ടാണ് മുത്തങ്ങ നമ്മളിലേക്ക് വരുന്നത്. ആ ജോഗിയുടെ കുടിയിലുള്ള രക്തസാക്ഷിമണ്ഡപമുള്ളൊരു സ്ഥലമൊക്കെയാണ്. അത് ഏറ്റവും അവസാനമാണ് പോയി കണ്ടത്. അപ്പം അത്രമേൽ നമ്മൾക്ക് പേടിയുള്ള ഒരു സാധനമാണെങ്കിൽ അത് ആ സമൂഹത്തിന് എത്രമാത്രം ഉലച്ചിട്ടുണ്ടാവും എന്നാലോചിക്കാം. അതുപോലെ കേരള രാഷ്ട്രീയ സമൂഹത്തെ രാഷ്ട്രീയത്തെയും സമൂഹത്തെയും മൊത്തത്തിൽ ഉലച്ച സമരമാണ് മുത്തങ്ങ സമരം. അത് ഉണ്ടാക്കിയത് ഗോത്ര വിഭാഗങ്ങളാണ്, അത് സംഘടിപ്പിച്ചത് CK ജാനുവടക്കമുള്ള നേതാക്കളാണ്. അതിൽ നമുക്ക് ഇപ്പോഴും അഭിമാനിക്കാമല്ലോ. അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ ചരിത്രപരമായ ഓർമ്മപ്പെടുത്തലിൻ്റെ അപ്പുറത്ത് അതിൽ ജാഗ്രതപ്പെടേണ്ട ഒരു കാര്യമില്ല. നമുക്ക് അത് എന്താണ് അവിടെ നടന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു ബേസിക്കായ ധാരണ മാത്രം മതി. അതൊരു നമുക്ക് മറ്റു ഒളിച്ചു കടത്തലുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, സാധ്യതയില്ലാത്തൊരു പ്ലോട്ട് കൂടെയുള്ളത്.
ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം അതിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സീൻ അതിലെ ക്ലൈമാക്സിനോടെടുക്കുന്ന സമയത്തുള്ള ഫയറിങ് സീനാണ്. അത് അത്രയും അധികം ആളുകളാണ്. ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഫാക്ടറാണെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ കൊറിയോ വരുന്നു, അതിൻ്റെ സിനിമാറ്റോഗ്രഫി അതിനകത്ത് ഗംഭീരമായിട്ട് വരുന്നു. ഇപ്പം അതിലൊരു മരത്തിന് കൊള്ളുന്ന വെടി പോലും അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ അതിൻ്റെ എഡിറ്റ് കൂടെ ഓൾറെഡി ആക്ഷൻ കൊറിയോഗ്രഫിയുടെ എഡിറ്റിൻ്റെ റിസ്കിൻ്റെ കൂടെ ഫയറിംഗ് സീൻ വരുന്നു, ക്രൗഡ് വരുന്നു, ഇവരെ മാനേജ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു. ഹൗ വാസ് ദാറ്റ്? ലൈക്ക് അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നു? അല്ല, മേ ബി അത് ഭയങ്കര ടാസ്കി ജോബ് ആയിരിക്കും ഒരു പക്ഷേ ഞാനതിനെ ഭയങ്കര ത്രിൽ മൂഡിലാണ് ഞാൻ അതിനെ കൈകാര്യം ചെയ്തത്. ഇത് എങ്ങനെ മനസ്സിലുള്ള ഒരു വിഷ്വലിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, അത് ശരിയായി വരാതിരിക്കുമ്പോഴുള്ള മാനസിക സമ്മർദ്ദങ്ങൾ എന്ന തരത്തിലാണ്. പിന്നെ കൃത്യമായ പ്ലാനിങ്ങൾ ഉണ്ടായിരുന്നു തോന്നുന്നു എൻ്റെ ഉള്ളിൽ, അല്ലാതെ അങ്ങനെ വലിയ ടെൻഷൻ പരിപാടി ഉണ്ടായിരുന്നു? ഇല്ല, ഉണ്ടായിരുന്നില്ല. അതിലൊന്നും ടെൻഷനൊന്നും ഉണ്ടായില്ല. ആകെ നമുക്ക് മഴയും അല്ല, ഞാൻ തന്നെ എന്നെ പറ്റി പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ചോദിച്ചാൽ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാലേ കൃത്യമായ കഥയും തിരക്കഥയും ഉണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിട്ട് ആസ് എ ഫിലിം മേക്കർ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ടെൻഷനുകളില്ല. കാരണം നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ സ്കൂള്, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം സിനിമകൾ തന്നെയാണ്. അപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക, അല്ലെങ്കിൽ വേൾഡ് സിനിമകൾ നല്ലതെന്ന് പറയുന്നത് എല്ലാം കാണാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ അങ്ങനെ വൈഡായിട്ടുള്ള മൂവി വ്യൂയിങ് ഉള്ള ആളല്ല ഞാൻ. എന്നാൽ പോലും നല്ലതെന്ന് പറയുന്ന സിനിമകളുടെ ടെക്നിക്കാലിറ്റി നോക്കുന്നത്, അതിൻ്റെ എസ്തെറ്റിക് സെൻസ് ഒക്കെ നോക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമുക്കുള്ളിൽ അത് ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ അത് വർക്കായി വരുന്നത്. അല്ലാതെ നമ്മൾ ഞാൻ എപ്പോഴും ഇമോഷൻസാണ് ക്യാച്ച് ചെയ്യുക. എവിടെയാണ് നമ്മൾ വെടി ഉതിർക്കുന്നത്, ഈ വെടി എങ്ങോട്ടാണ് ചെല്ലുന്നത്, അത് ആരിലേക്കാണ് തുളയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള റീഡിങ് കിട്ടുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ്, ആ ഷോട്ട് എങ്ങനെ വെക്കണം എന്നുള്ള ഇമ്പാക്റ്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ഒരു ഷോർട്ട് വിഷൻ വരും. വന്നതാണ് ഇപ്പം കണ്ടിരിക്കുന്നത്. സിനിമയിലെ ഇമോഷൻസിനെ കറക്റ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുള്ള ഒരൊറ്റ പോയിന്റിലാണോ പിടിച്ച്, ഐ മീൻ ട്രാക്ക്? അതെ അതെ അതെ, തിരക്കഥയുടെ മുകളിൽ എത്തുക, അല്ലെങ്കിൽ തിരക്കഥ നന്നായി സംവിധാനം മോശമായി എന്ന് പറയുന്നത് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു കോൺഫ്ലിക്റ്റ്. നേരത്തെ തിരക്കഥ എല്ലാവരും വായിച്ചത് നല്ല എന്ന് പറഞ്ഞ തിരക്കഥയാണ് നമ്മുടെ, അങ്ങനെയാണല്ലോ സിനിമ പ്രൊജക്റ്റ് ആവുന്നത്. അപ്പോൾ അതിനേക്കാളും മുകളിലാക്കുക, അതിന്റെ തിരക്കഥയെക്കാളും നല്ലതാണ് അനുരാജിന്റെ സംവിധാനം എന്ന് പറയിരിക്കുക എന്ന തരത്തിലുള്ള സമയമായിരുന്നു. ഈ കഥയിലേക്ക് വരുമ്പോൾ മുൻപ് എഴുതിയ കഥകളിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്നുള്ളത് തന്നെയാണ്. അപ്പം ഈ സിനിമയിലേക്ക് വരുമ്പോഴും ആദ്യമേ ടൊവിനോയുടെ ക്യാരക്ടറിൻ്റെ റിലേഷൻഷിപ്പുകളാണ് കാണിക്കുന്നത്. അയാൾക്ക് റിലേഷൻഷിപ്പുകളിൽ വരുന്നതിനനുസരിച്ച് വരുന്ന മാറ്റത്തിലാണ് മറ്റൊരു കഥ പ്ലോട്ടായിട്ട് പോകുന്നത്. ഇതൊരു സേഫ് ഏരിയ ആയിട്ട് വെച്ചതാണോ? അതായത് ഡയറക്റ്റ് മുത്തങ്ങയിലേക്ക് POV പോവാതെ ഇയാളിലൂടെ POV കൊണ്ടുവരണം എന്നുള്ള ഇന്റൻഷനിലൂടെ അങ്ങനെ ഒരു ട്രാക്ക് കൊടുത്തതാണ്? അല്ലാതെ ഒരു കഥാപാത്രത്തിന്റെ ഒരു യാത്രയുണ്ടല്ലോ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഇയാൾ പോലീസായിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നിടത്ത് വേണമെങ്കിൽ തുടങ്ങാം. പക്ഷേ എനിക്ക് വന്ന ഐഡിയ അങ്ങനെയല്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ സിനിമ വന്നു കഴിഞ്ഞിട്ട് ആൾക്കാർ പറയും എന്തിനാണെന്ന്, അത് അതിൻ്റെ ആവശ്യമില്ല, നേരെ ഇത് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ആ കഥ, നമ്മുടെ മനസ്സിൽ വന്ന ഐഡിയ എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതായത് ഒരു സാധാരണമായ ജീവിതം ജീവിക്കുന്ന ഒരാൾ ഒരു ഘട്ടത്തിൽ അയാൾ പോലീസാവുന്നു. അത് ഹൈറാർക്കിയിൽ ഏറ്റവും താഴ്ന്ന പോസ്റ്റിൽ അങ്ങനെ അധികാരവുമായിട്ടുള്ള ഇയാളുടെ ഒരു സംഘർഷമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം പല രീതിയിൽ അത് ആലോചിച്ചാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള രീതിയിലും ഒക്കെ. പക്ഷേ അതൊക്കെ നമ്മൾ കണ്ടു മറന്ന സാധനങ്ങളിലേക്ക് പോകാണെന്ന് തോന്നിയപ്പോഴാണ് ഒരു മാസ് സമരം. പിന്നെ അങ്ങനത്തെ സിനിമ വന്നിട്ട് കുറെ കാലമായി എന്നുള്ളൊരു തോന്നലും കൂടെയാണ്. പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് ഭയങ്കര ലൈവായിരുന്നു അത്തരം പടങ്ങൾ. ഇപ്പം പക്ഷെ അങ്ങനത്തെ ഒരു പക്ഷെ എനിക്കൊന്ന് ഉണ്ടേൽ കുറച്ചുകൂടെ ആ ഡൈനാമിക്സ്, ഖാലിദ് റഹ്മാൻ ഉണ്ടേൽ അത് കുറച്ചുകൂടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരുപാട് കമ്പാരിസൺസ് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഉണ്ടയെ പറ്റി പറഞ്ഞ പോലെ പടയുമായിട്ടുള്ള കമ്പാരിസൺസ് വരുന്ന, അത്തരം കമ്പാരിസൺസ് നോട്ട് ചെയ്യാറുണ്ടോ? അതിനോടുള്ളൊരു ടേക്ക്? എന്നെ സംബന്ധിച്ചൊരു പടം ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഉണ്ടയും മറ്റു പ്രതലത്തിൽ നിന്ന് സംസാരിക്കുന്ന സിനിമയാണ്. എനിക്കൊന്ന കമ്പാരിസൺസ് ധാരണയില്ലാത്തവർ പറഞ്ഞു, മറ്റ് വിമർശനങ്ങളും നമ്മൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ സിനിമകൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പം ആദിവാസി ഭൂസമരങ്ങൾ അല്ലെങ്കിൽ ആ പ്രൊട്ടക്ഷനെ അടയാളപ്പെടുന്ന സിനിമ. പക്ഷേ നമ്മുടെ സിനിമ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രമേയം തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതിനെ കുറച്ചും കൂടി സിനിമാറ്റിക് ആക്കുക എന്നുള്ളത്. ഈ പട പോലത്തെ സിനിമയ്ക്ക് ഉണ്ടായിരുന്ന സാമ്പത്തിക ലൂസിന് കാരണം അത്തരത്തിൽ കൊമേഴ്ഷ്യൽ ആയില്ല എന്ന തരത്തിലുള്ള ചർച്ചയൊക്കെ ഉണ്ട്. അത് ശരിയാണോ എന്നുള്ള പ്രൊഡക്ഷൻ ഹൗസും പരിപാടിയൊക്കെ പറയേണ്ടത്. പക്ഷേ അത് സാമ്പത്തിക വിജയത്തിനപ്പുറത്ത് ആ സിനിമ പല സ്ഥലത്തും സ്ക്രീൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെ, ഒരുപാട് പേര് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മലയാളത്തിലൊരു സിനിമ വരുമ്പം പ്രത്യേകിച്ചും
ഹൈ ബഡ്ജറ്റ് ഉള്ളൊരു സിനിമ വരുന്ന സമയത്ത് അതിനെ ബാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവാറുണ്ട്. അത് ഇത്ര നമ്പർ ഓഫ് സോങ് സീക്വൻസ് വേണം, ഇത്ര ഫൈറ്റ് വേണം എന്നുള്ള രീതിയിൽ അത്ര ഒരു ഡിമാൻഡിങ് ഓഡിയൻസും പ്രൊഡ്യൂസേഴ്സും ഉണ്ടാകുന്നു എന്നുള്ളൊരു. അതിപ്പം കഴിഞ്ഞ ദിവസം അഭിം പറഞ്ഞ പോലെ ഇപ്പം ഇവിടെ മലയാളത്തിൽ തിരക്കഥ വായിക്കാൻ കൊടുക്കുക പ്രൊഡക്ഷൻ ഹൗസിന് കൊടുത്തു കഴിഞ്ഞാൽ അവരത് 10 പേർക്ക് വായിക്കാൻ കൊടുത്ത് അതിലൊരു സർവേ എടുത്ത് അങ്ങനെയൊക്കെയാണ് പരിപാടി നടക്കുക, നമ്മൾ പോലും അറിയാതെ. പ്രത്യേകിച്ച് ആദ്യ പടം ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആകെ വന്നിട്ട് നമ്മളൊരു 20 മിനിറ്റിൽ കഥ പറഞ്ഞു. അത് കഥ മാത്രം, അതായത് സിനിമ ഇങ്ങനെ തുടങ്ങുന്നു പോലും അല്ല, ഇതാണ് കഥ. ഒരിടത്ത് ഒരു വർഗീസ് പീറ്റർ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കഥയുണ്ടല്ലോ, ആ 20 മിനിറ്റ് കഥയേ ഉള്ളൂ. പിന്നീട് അവർ സ്ക്രിപ്റ്റ്, എനിക്ക് തോന്നുന്നില്ല അവർ രണ്ടുപേരും സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല. അപ്പോൾ വായിച്ചിട്ടുണ്ടോ? ടിപ്പു വായിക്കാൻ ഒരു സാധ്യതയില്ല. അവർ റിസ്ക് എടുക്കാൻ തയ്യാറായി തന്നെ വിശ്വാസമാണ്. കണ്ടന്റ് കിട്ടി, പിന്നെ അനുരാജുമായിട്ട് ഉള്ള സൗഹൃദം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ സുഹൃത്താണ് ടിപ്പു. അപ്പം എന്നോടുള്ള വിശ്വാസം, അല്ലെങ്കിൽ തിരക്കഥയോടുള്ള വിശ്വാസം, അല്ലെങ്കിൽ ടോട്ടലി അത് അവൻ ചെയ്യാൻ വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ അത് ചെയ്യുക. അവൻ നല്ല ബിസിനസ് മാനാണ്. അപ്പോൾ അവനറിയാം ഇതിൻ്റെ ഒരു കണ്ണ് എവിടെയാണ് വേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് കൂടി ആയിരിക്കും ഞാൻ പറഞ്ഞത്. അതായത് ഈ പ്രൊഡക്ഷൻ ഹൗസുകളുടെ പ്രശ്നമായി. എന്നാൽ അതിൽ ഇപ്പം എനിക്ക് ഉണ്ടായ മറ്റൊരു തിരക്കഥയായിട്ട് ബന്ധപ്പെട്ട് ഇത് നമ്മളറിയാതെ ഇങ്ങനെ പല സ്ഥലത്തും വായിക്കാൻ കൊടുക്കുന്നു, പല സ്ഥലത്തും എത്തുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് പോയപ്പോൾ മറ്റേ കോഫി ഷോപ്പിൽ, പനമ്പള്ളി കോഫി ഷോപ്പിൽ പോയപ്പോൾ സമയത്ത് സിനിമയിൽ വിദൂരമായ ബന്ധമുള്ള ഒരാൾ പറയാം തിരക്കഥ വായിച്ചിരുന്നു കേട്ടോ. അപ്പോൾ വളരെ നന്നായിരുന്നു, പെട്ടെന്ന് സിനിമയാവട്ടെ. അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് വായിച്ചാൽ അതല്ല, അത് വേറെ സുഹൃത്ത് വഴി വായിച്ചാൽ. പക്ഷേ പ്രൊഡക്ഷൻ ഹൗസിന് വായിക്കാൻ കൊടുത്ത തിരക്കഥയാണ്. അപ്പോൾ ഇവർക്കൊന്നും ഒരു ജഡ്ജ്മെന്റ് ഇല്ല. സിനിമയിൽ 10 മിനിറ്റ് ഫൈറ്റ് വേണം, 20 മിനിറ്റ് സോങ് വേണമെന്ന് പറയുന്ന എല്ലാം മണ്ടന്മാരാണ്, സകലതും മണ്ടന്മാരാണ്. കാരണം അങ്ങനെ ഒരു സാധനമേ ഇല്ല. എന്നിട്ട് വലിയ കുപ്പായൊക്കെ ഇട്ട് വന്നിരുന്നിട്ട് സിനിമയും കൃത്യമായി ഇതിങ്ങനെ വേണം, അങ്ങനെ വേണം, മറ്റേ പടത്തിന്റെ ആ ഇത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇതിനെ അങ്ങ് നിരൂപിച്ച് ഇതാണ് സക്സസ് ഫോർമുല എന്നൊക്കെ പറയുന്ന മണ്ടന്മാരുണ്ട്. മണ്ടന്മാരുടെ കോലാഹലമാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതൊന്നുമില്ല, സിനിമയ്ക്ക് അങ്ങനെ ഒരു റിട്ടേൺ ലോ ഇല്ലാന്നേ. പക്ഷേ സിനിമകൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത് ഇപ്പം ടെംപ്ലേറ്റ് സിനിമകൾ, ആ ടെംപ്ലേറ്റ് സിനിമകൾ കൃത്യമായി സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായി വർക്കാവും. അല്ലാതെ ഇക്വേഷൻ വൈസ് ഇപ്പം ഒരു സിനിമ ഇറങ്ങിയതിൻ്റെ ചൂട് പറ്റിയിട്ട് എപ്പോഴും എല്ലാ കാലത്തും മലയാള സിനിമ നോക്കും ഒരു സക്സസ് ഫോർമുല ഉണ്ടെങ്കിൽ ഇപ്പം പുതിയ ട്രെൻഡ് എന്ന് വെച്ചാൽ തമിഴ് പാട്ട് എങ്ങനെയെങ്കിലും ഒന്നും കയറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് സിനിമയിൽ. എന്നുവെച്ചാൽ അത് ഭയങ്കര ഹിറ്റാണ് അത്ര. ഏതെങ്കിലും പഴയ തമിഴ് പാട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന മഞ്ഞുമലും വേറെ 2 പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഇതിന്റെ ദുരന്തം. ഇതാണ് ഒരു സാധനം, ഒരു സക്സസ് ഫോമാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാവും. ഇപ്പം നമ്മളതിന് വഴങ്ങി കൊടുക്കൂല എന്നുള്ളത് നമ്മൾ തീരുമാനമാണെങ്കിൽ ചിലപ്പോൾ 6 വർഷമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും സിനിമയിൽ. കുറച്ച് കാലം മുന്നേ ഞാൻ വായിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, എബിൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരു പെൺകുട്ടിയുടെ ഒരു കഥ പറയുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ കഥയാണ് പിന്നീട് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലെ താരയിലേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട്. ഈ താര ആക്ച്വൽ കഥയിലുള്ള ആളല്ല, ഈ ആക്ച്വൽ കഥയ്ക്കൊരു ഓൾട്ടർനേറ്റീവ് എൻഡിങ് അവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പം നരിവേട്ടയിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ ക്യാരക്ടർ ഒരു ഓൾട്ടർനേറ്റീവ് എൻഡിങ് കൊടുക്കുകയാണ്. ഈ നടന്ന സംഭവങ്ങൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് തന്നെ മറ്റൊരു കഥാന്ത്യം കൊടുക്കുക എന്ന് പറയുന്നതിൽ കിട്ടുന്ന ഒരു കിക്ക് എന്താണ്? അത് ഭയങ്കര രസമാണല്ലോ, നമുക്ക് അറിയാവുന്ന ഒരു ചരിത്ര സംഭവം അല്ലെങ്കിൽ. പക്ഷേ അതിന് നമ്മൾ ഒരു ഓൾട്ടർനേറ്റ് എൻഡിങ് വെക്കുമ്പം അല്ലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വേറൊരു കഥ മെനഞ്ഞെടുക്കുമ്പോൾ ഭയങ്കര രസമാണല്ലോ. ആളുകൾക്ക് റിലേറ്റും ചെയ്യും, എന്നാൽ നമുക്ക് ഒരു പുതിയ കഥ പറയുന്നതിൻ്റെ ഒരു സുഖമുണ്ട്. ഇപ്പം ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് എന്നുള്ള പടം ബെസ്റ്റ് എക്സാമ്പിളാണ്. നമ്മൾ അതിനകത്തെ അത് ശരിക്കും ചരിത്രത്തിൽ അങ്ങനെ നടന്നിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഹിറ്റ്ലറിനെ കൊല്ലുന്ന സാധനം എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒന്നുണ്ടല്ലോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചരിത്രം സാധനങ്ങൾ വായിക്കാനും അത്തരം വീഡിയോകൾ കാണാനും ഒക്കെ. അപ്പം അത് വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് പോകുമ്പോൾ നമുക്ക് വേറെ എൻഡിങ് ആയിരിക്കും കിട്ടുക. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ളത്. ഇപ്പോൾ സിനിമ കണ്ടിട്ട് ആളുകൾ പറയില്ലേ ശരി ഇങ്ങനെയല്ല വേണ്ടിയിരുന്നത്, ഇപ്പൊ കുറെ റിവ്യൂ വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മളൊരു സംഭവം, നമുക്കൊരു കഥ കിട്ടും, ഒരു സംഭവം കേട്ട് കഴിഞ്ഞ് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് വേറെ ഇതായിരിക്കും വരിക. അത് രസമുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാവുന്ന കഥാപാത്രങ്ങൾ, പക്ഷെ അവരുടെ വേറൊരു ഷെയ്ഡ്. ഈ കല്യാശ്ശേരി തീസിസിലേക്ക് വരുമ്പോഴും അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രിമൈസ് വരുന്നുണ്ടല്ലോ. ഒരുപക്ഷെ ഇത് നടന്ന സമ്മേളനമാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലേക്ക് അതിനെ നരേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ പറയുന്ന പോലെ ചരിത്ര സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇടതുപക്ഷ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് കഥകളിൽ പലപ്പോഴായിട്ട് വരാറുണ്ട്. എനിക്കൊന്ന് കുറച്ചുകൂടെ സഹയാത്രികയിലാണ് അത് കുറച്ചുകൂടെ ലൈറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
അതിൽ അത്തരം ഒരു നരേറ്റീവിനൊക്കെ സ്പേസ് വന്നിട്ടില്ല. ഈ ഒരു പ്രിമൈസ് സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹിസ്റ്റോറിക് എലമെൻറ്റ്സ്, പൊളിറ്റിക്കലായിട്ടുള്ള എലമെൻറ്റ്സ് തന്നെ ഒരുപക്ഷെ ഇടതുപക്ഷ രാഷ്ട്രീയ സന്ദർഭങ്ങളെ എടുത്തു കൊണ്ടുവരുന്നത് എത്രത്തോളം ഒരു ഹൈ തരുന്നുണ്ട്? അത് 2 കഥകളിലേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിനകത്തും ഇല്ല, അതിനകത്ത് ആ പേര് അങ്ങനെ ഇട്ടോന്നുള്ളൂ. അത് 3 സ്ത്രീകളുടെ കഥയാണ്. അതിനകത്ത് വേറെ പൊളിറ്റിക്സും രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ല. പിന്നെ ഈ കല്യാശ്ശേരി തീസിസ് എന്നുള്ള കഥയിലും പ്രതിനായകൻ എന്നുള്ള 2 കഥയിലെ പശ്ചാത്തലമായിട്ട് സത്യത്തിൽ വരുന്നുള്ളൂ. അത് ആ കഥകൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ്. അത് പ്രതിനായകൻ ശരിക്കും വിമോചന സമരകാലത്ത് ആ കാലഘട്ടത്തിലെ 2 ആളുകളുടെ കഥയായിരുന്നു. ഇതിനെതിരെ അന്നത്തെ സർക്കാരിനെതിരെ നടത്തുന്ന 2 ആളുകളുടെ കഥ. സ്വാഭാവികമായിട്ട് അതിനകത്ത് ആ സാധനം വരുമല്ലോ. അതങ്ങനെ ഒരു ഭ്രാന്തൻ ഐഡിയ നിന്നാണ് ആ കഥ ഉണ്ടായത്. പിന്നെ കല്യാശ്ശേരി തീസിസ് ഞാൻ കല്യാശ്ശേരിയിൽ കുറച്ചു കാലം താമസിച്ചു. അപ്പോൾ ആ സമയത്ത് അധ്യാപകനാണ് 3 മാസം മാധ്യമപ്രവർത്തനം, അധ്യാപനം. ആദ്യം ജോലി രാജിവെച്ചപ്പം പോയതാ. പിന്നെ ഒരു സെമസ്റ്റർ ആയപ്പോൾ പിന്നെ വിളിച്ചില്ല. അങ്ങനെ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല, ഓരോ കഥയോ കഥാപാത്രമോ ഒക്കെ വരുന്നതനുസരിച്ച് അങ്ങനെ എഴുതി പോകുന്നു. പർപ്പസ്ഫുള്ളി ഇന്നൊരു പശ്ചാത്തലം വെച്ചൊരു കഥ എഴുതണം അങ്ങനെയൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടുമ്പോൾ നമുക്കൊരു നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു ഐഡിയ കിട്ടുമ്പോൾ അത് വെച്ച് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. ഈ കഥ കിട്ടുമ്പോൾ അതിനൊരു സിനിമാറ്റിക് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ നരിവേട്ടയുടെ ഒരു ഫസ്റ്റ് തോട്ട് എന്തായിരിക്കും ആ ഒരു സിനിമാറ്റിക്? അതായത് ഇത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ്മാൻ നിലക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള അറ്റംപ്റ്റുകൾ ഇതിന് വേണ്ടി വരും എന്ന് തുടക്കം മുതലുള്ള ബോധ്യം ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ പോലെ തെറ്റിപ്പോകരുത്, നമ്മൾ ലക്ഷ്യം തെറ്റിപ്പോകരുത്, അല്ലെങ്കിൽ നമ്മൾ പറയാൻ എന്തെങ്കിലും തെറ്റായ പ്രൊപ്പഗണ്ട പരിപാടികളിൽ കുത്തിക്കയറ്റരുത്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മേക്കിംഗ് സെൻസിൽ ഈ പറഞ്ഞ പോലെ നല്ല ടെക്നിക്കൽ ആൾക്കാരെ ഹയർ ചെയ്യുക, നല്ലൊരു ടീമിനെ ഉണ്ടാക്കുക. ഒരു നല്ല ടീം ഉണ്ടായി തന്നെ നമ്മുടെ ഒരു ജോലി ഏതാണ്ട് ഒരു 50% കുറയും. അപ്പം നമുക്ക് നല്ല ടീമായിരുന്നു ഇതിൽ. അപ്പം ടോട്ടലി നോക്കുമ്പോൾ ഇപ്പം ജേക്ക് ചേട്ടൻ മ്യൂസിക് ആയാലും ശരി, എഡിറ്റർ ഷമീർ, പിന്നെ ബാവക്കാട് ഡയറക്ടർ, വിജയ് DOP, ഡങ്കേടൻ സൗണ്ട് മിക്സ്, മേക്കപ്പ് അമൽ, അരുൺ കോസ്റ്റ്യൂം, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമ്മളെ കൃത്യമായി ബാക്കപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. അപ്പം പക്ഷേ എൻ്റെ ഒരു സാധനം എന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രശ്നം ഒരു പക്ഷേ എൻ്റെ ഉള്ളിലാണ് സിനിമയുള്ളത്. അത് പക്ഷേ നമ്മൾ ടീമിൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്യുമായിരിക്കും. പക്ഷേ നാളെ എടുക്കാൻ പോകുന്ന സീൻ്റെ ഫുൾ ഷോർട്ട് ഡിവിഷൻ എൻ്റെ കയ്യിലില്ല. അത് ആ ലൊക്കേഷനിൽ പോയിട്ട് നമുക്ക് ഉള്ള അവൈലബിലിറ്റി സാധനങ്ങൾ വെച്ച് അവിടെ പോയി നമുക്ക് നിൽക്കുമ്പോൾ ഒരു 5-10 മിനിറ്റ് അവിടെ പോയി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എനർജിയിൽ ഉണ്ടാവുന്നതാണ് ആ സീൻ്റെ ഷോർട്ട് ഡിവിഷൻ. അപ്പോൾ അങ്ങനെ സ്പോട്ടിൽ ആണ് നമ്മളെ പണി തുടങ്ങുന്നത് ആക്ച്വലി. അപ്പം പക്ഷെ വൺസ് ഒരു സീനിലേക്ക് നമ്മൾ ഒരു ആംഗിളിൽ നമ്മൾ വിത്ത് ഷോട്ട് ഇന്നായി കഴിഞ്ഞാൽ പിന്നെ അതിന് പിന്നെ തടസ്സങ്ങളില്ല ആക്ച്വലി. അത് തീരുന്നവരെ നമുക്ക് ഒരു നല്ല ഒഴുക്കുണ്ടാവും. അപ്പം ആ കോൺഫിഡൻസിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നേരത്തെ ഒരു വല്ലാത്ത പ്രീ പ്ലാനും പരിപാടിയൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയ്ക്ക് മറ്റൊരു സിനിമയെ പോലെ നമുക്കൊരു റെഫറൻസ് എടുക്കാനുള്ള സിനിമ നമ്മുടെ കയ്യിലില്ല. എനിക്കറിയാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ പല സെർച്ചുകളൊക്കെ പോയിരുന്നു, പക്ഷേ കിട്ടിയില്ല. 7th ഡേ മുതൽ ടോവിയുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് ടൊവിനോയുടെ കൊമേഴ്ഷ്യൽ വാല്യൂവിന് തന്നെ വലിയ തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. 7th ഡേയിൽ നിന്ന് നരിവേട്ട വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച ഉണ്ടാകുന്നുണ്ട്. അതിനനുസരിച്ച് സിനിമയ്ക്ക് അത് നൽകുന്ന ഒരു വലിയ കൊമേഴ്ഷ്യൽ ഫാക്ടർ കൂടെയുണ്ട്. അതേപോലെ തന്നെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ടൊവിനോ ഏത് വേഷവും സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു നായക നടനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം നരിവേട്ടയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ലൗഡ് സ്പീക്കറാണ് ടൊവിനോ. പരമാവധി ആൾക്കാരിലേക്ക് ഇതിനെ എത്തിക്കുക എന്നതിൻ്റെ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ ഈ സിനിമ അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ മാത്രമല്ലേ ഇതിൻ്റെ ഒരു മറ്റൊരു തരത്തിലുള്ളൊരു ദൗത്യം പൂർത്തിയാവുള്ളൂ. അപ്പം അതിൽ ടൊവിനെ പോലത്തെ ഒരാൾ വന്ന് അഭിനയിക്കാമെന്ന് പറയുന്ന ദിവസം ആ സിനിമ വിജയിച്ചു എന്നുള്ള അത്തരത്തിൽ ആ സിനിമ വിജയിച്ചു. പിന്നെ ടൊവി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞു ഇപ്പോൾ ഓൾറെഡി. അവനെ സംബന്ധിച്ചിട്ട് അവൻ ചെയ്യുന്ന ജോലി കൃത്യമായി ചെയ്യണം, ആത്മാർത്ഥമായി ചെയ്യണം, നന്നാക്കി ചെയ്യണം. അവൻ മാത്രം നന്നായപ്പോൾ എല്ലാവരും നന്നാവണം എന്നൊക്കെയുള്ള വാശിയുള്ള ആളാണ്. നല്ല ടീം ഉണ്ടാവണം. അപ്പോൾ അത് നമ്മളെയും കുറച്ച് എഴുന്നേറ്റ് ഓടിപ്പിക്കാൻ തരത്തിലുള്ള പുഷ് അവൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഉണ്ടാകും. നമ്മൾ കുറച്ച് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ചിലപ്പം ടൊവിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് നമുക്ക് ഒരു ആൻറ്റിസിപ്പേഷൻ പോലെ നമുക്ക് തരും. പിന്നെ ഈ കഥയിലും കഥാപാത്രത്തിലൊക്കെ ടൊവി കാണിച്ച ഒരു ഇൻവോൾവ്മെൻറ്റ് ഭയങ്കരമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ആദ്യം ഇത് ഷൂട്ടിന് ഒരാഴ്ച മുമ്പ് സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഒരാഴ്ചയല്ലേ 4-5 ദിവസം മുന്നേ
അപ്പോൾ ടോബി സാധാരണ റൈറ്ററാണ് വായിക്കുക. ടോബി പറഞ്ഞില്ല ഞാൻ വായിക്കാമെന്ന് പറഞ്ഞിട്ട് ഫുൾ സ്ക്രിപ്റ്റ് ഒച്ചത്തിൽ വിത്ത് ഡയലോഗ് വായിച്ചത് ടോബിയാണ്. അപ്പം അവിടം തൊട്ട് അതിന് മുന്നേ ഞങ്ങൾ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകുന്ന സമയത്തൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക, പിന്നെ വീഡിയോസ് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയ വീഡിയോസ് കാണും, ഡോക്യുമെൻ്ററികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും. എന്ന് വെച്ചാൽ നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ഇമ്പ്രസ് ചെയ്യാൻ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം ആ സിനിമയ്ക്കൊപ്പം എന്താ പറയുക, കഥ പറഞ്ഞ മൊമെൻ്റ് മുതൽ റിലീസ് വരെ സിനിമയ്ക്കൊപ്പം നിന്ന ഒരാളാണ്. അത്രയും ഇൻവോൾവ്മെൻറ്റ് ഒരു ആർട്ടിസ്റ്റിക്കലിയും താരമെന്ന നിലയിലും ഒക്കെ ഇൻവോൾവ് ചെയ്യുകയും നമ്മളെ അത്രയും മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോയ ഒരാളാണ്. അത് പ്രത്യേകിച്ച് പേരിൽ തന്നെ വർഗീസ് പീറ്ററാണ്. അത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം, ആ ഒരു ഫാക്ടർ കൂടെ അതിലുണ്ടാവുമല്ലോ. ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടൻ ഒരു രാഷ്ട്രീയ സിനിമ ചെയ്യുക എന്ന് പറയുന്നതിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഒരു പക്ഷേ റിസ്കി ഫാക്ടർ ആയിരിക്കാം, പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു സമൂഹത്തിൽ കൂടെയാണ്. ആ ഒരു ഫാക്ടർ എപ്പോഴെങ്കിലും അതിനൊരു തടസ്സമാകുമെന്നുള്ള തോന്നലുണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഭയമുള്ള ആളാണ് ടോവിനോന്ന് തോന്നുന്നില്ല. ഒരിക്കലും അങ്ങനെ പേടിയില്ല. അവനെ സംബന്ധിച്ചാൽ കഥയും തിരക്കഥയും വർക്കാവുക, പിന്നെ ഞാൻ നേരെ പറഞ്ഞിട്ട് നല്ല ടീം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പേടികളൊന്നും ഇല്ലാത്ത നമ്മളെപ്പോലെ തന്നെയുള്ള ആൾക്കാരാണ്. ഈ നല്ല രസമായിട്ട് കഥ പറയുന്ന ആളാണ് അബിൻ എന്ന് കേട്ടിട്ടുണ്ട്. പറയുന്നത് വളരെ മോശമാണ്. ഓക്കെ, ഇപ്പം പുതിയ സ്ക്രിപ്റ്റുകൾ ഏതെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഒന്ന് രണ്ട് കഥകൾ ഇങ്ങനെ ഒന്നെണ്ണം എഴുതിയതുകൊണ്ട് അതിങ്ങനെ പിന്നെ കഥ ഓർമ്മിപ്പിക്കില്ല, അത് തരത്തിലവിടെ മാറ്റി വെച്ച് ശരിയാക്കാം എന്ന് പറഞ്ഞു വെച്ചിരിക്കും. നരിവേട്ടയുടെ ഒരു ഹൈയിൽ അത് കണ്ടിന്യൂ ചെയ്യാന്ന് പറയുന്നതിലൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഇത് നമ്മളുടെ മാത്രം കയ്യിലുള്ളതല്ലോ, നമുക്ക് എഴുതാൻ പറ്റും. പേനയും പേപ്പറും കൊണ്ട് എവിടെ സംവിധായകന്റെ ഒരു ഉത്സാഹവും ഇതിൽ ആവശ്യമാണല്ലോ. ഇല്ല, നമുക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ വേണം. ഈ പറഞ്ഞ പോലെ 6 വർഷം ഗ്യാപ്പ് വരിക എന്ന് പറയുന്നൊരു, ഓഫ് കോഴ്സ് അതിൻ്റെ പുറകിൽ ഒരുപാട് വർക്കുകളുണ്ട്. പക്ഷേ പൊതുധാരണയിലേക്ക് വരുന്ന സമയത്ത് ഈ സംവിധായകന് 6 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിലെ 2 വർഷം കോവിഡ് ആയിരുന്നു. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു എന്താ ഇത്ര ഓക്കെ കവർ ചെയ്യാം. ഈ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള നിലയിൽ നിന്ന് ഡയറക്ടർ എന്നുള്ളതിലേക്കുള്ള ഒരു യാത്ര വലിയതാണല്ലോ. ഇപ്പം നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്തൊക്കെ ഈ പറയുന്ന ഫാക്ടർ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് എങ്ങനെ അവർ സെറ്റിൽ മാനേജ് ചെയ്യുന്നു, അവരെങ്ങനെ ഒരു മറ്റു തലത്തിലേക്ക് വളരുന്നു, അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടോ, അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. ഈ പറയുന്ന ഓരോ സ്റ്റേജിലും കടന്നു വന്നിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ മലയാള സിനിമയിൽ ആ സാഹചര്യത്തിന് എങ്ങനെയാണ് കാണുന്നത്? മറ്റെല്ലായിടത്തും പോലെ തന്നെ സംവിധായകർക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ള പക്ഷക്കാരൻ തന്നെയാണ് ഞാനും. പക്ഷേ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പം ഒന്നാമത് ഈ ബാറ്റ സ്കീമിലേക്കൊക്കെ അവരെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള ഇപ്പം നമ്മൾ അത് കൂട്ടായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഏത് തലം വരെ എത്തിയെന്നറിയില്ല. ഇപ്പോഴൊരു മിനിമം വേതനം ഫെഫ്ക ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു അങ്ങനെ ബൈലോ ഉണ്ട് ആക്ച്വലി. പക്ഷെ അത് എത്ര പേർക്ക് അറിയും എന്നുള്ളതാണ്. ഇപ്പോൾ തൊഴിൽ സംഘടനയുടെ ബൈലോ ഫോളോ ചെയ്യുന്ന എത്ര പേർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ അവകാശങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മളെങ്കിലും അറിയണമല്ലോ. ഒരു സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായി പോകുന്ന ഒരാൾക്ക് ഇവിടുത്തെ സംഘടനകൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യം എന്താണ്, അതിൽ എന്താണ് അവരുടെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാതെയാണ് പല സഹസംവിധായകരും അതിൽ ജോലി ചെയ്യുന്നത്. അപ്പം 3 സിനിമയിൽ ടെമ്പററി കാർഡിൽ വർക്ക് ചെയ്ത അയാൾ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് യൂണിയൻ കാർഡ് കിട്ടും. അത് അറിയുന്ന എത്ര പേരുണ്ട്? ഇപ്പം 5-10 സിനിമ ചെയ്തിട്ടും കാർഡ് എടുക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ കാർഡില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അതെ നമ്മളിപ്പോൾ അത് എല്ലാവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നമ്മുടെ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ട്. പക്ഷേ ഇത് സ്വയം തോന്നേണ്ടതാണ്. നമ്മൾ ചെയ്യുന്ന തൊഴിൽ നമുക്ക് ഇതുണ്ടാവും. തൊഴിലാളി ബോധം നമുക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാവണ്ട ഒരാൾക്ക്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത്, ഞാൻ 2011 വർക്ക് ചെയ്തത്, വീൽ ബേസിൻ്റെ മുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന് ആ ക്രെയിൻ യൂണിറ്റിൻ്റെ മുതലാളി അസഭ്യം തെറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണീര് ആ ചോറിൽ വീണിട്ടുണ്ട് ആ സമയത്ത്, എനിക്ക് ഓർമ്മയുണ്ടത്. അപ്പോൾ അത്ര വൃത്തിയായിട്ട കാലത്ത് നിന്ന് സിനിമ വല്ലാണ്ട് മാറിയിട്ടുണ്ട്. നല്ല കുഞ്ഞുങ്ങൾ, പുതിയ കുട്ടികൾ തിരിച്ച് ചോദ്യങ്ങളും തിരിച്ചു പോകളൊക്കെ വെക്കുന്ന കാലത്ത് ആണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾ ഇനിയും വരണം. പറഞ്ഞ പോലെ ഒരുപാട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നിങ്ങളുടെ ഷൂട്ടിനെയും തടസ്സപ്പെടുത്തിയതായിട്ടൊക്കെ ഇപ്പം പെയ്യുന്ന മഴയില്ലേ, ചങ്ങനാശ്ശേരി നമ്മൾ ക്യാമറ ഓൺ ചെയ്ത ആ കാലത്ത് തുടങ്ങിയ മഴയാണിത്.
ഇതിന് യാതൊരു ശമനം ഉണ്ടായിട്ടില്ല. നരിവേട്ടയോട് അല്ലെങ്കിൽ നമ്മുടെ സിനിമയോട് ഇത്രയും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച മറ്റൊരു പ്രതിഭാസ പ്രകൃതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ചങ്ങനാശ്ശേരി മഴയായിരുന്നു, വയനാട്ടിൽ പോയപ്പോൾ അവിടെ മഴയായിരുന്നു, നല്ല വേനൽക്കാലത്തും മഴയായിരുന്നു. അപ്പം അത്രമേൽ ഇഷ്ടമുണ്ട് നമ്മളോട് മഴയ്ക്ക് എന്ന്. ചങ്ങനാശ്ശേരി പിന്നെ ജൂലൈയിലായിരുന്നു നോക്കാം, മറ്റത് ഡിസംബറിലൊക്കെയാണ്. കാട് ഭയങ്കര പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഇത്രയും പേരെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അലർട്ട് കൊടുക്കും. പക്ഷെ ചില ആൾക്കാരൊക്കെ മൂത്രമൊഴിക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാട്ടിലേക്ക് കടുവയൊക്കെ ഉള്ള സ്ഥലമാണ്. എന്ന് മാത്രം പിന്നെ നമ്മൾ അതിനകത്ത് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാനും പാടില്ല. റെസ്ട്രിക്റ്റഡ് ഏരിയ അല്ലേ, അപ്പൊ അവിടെ ഷൂട്ടിന് പെർമിഷൻ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട്. മധ്യപ്രദേശ് സർക്കാരിന്റെ കയ്യിലുള്ള ഒരു പ്രൈവറ്റ് കാർഡാണ്. അപ്പം അത് സ്വാതന്ത്ര്യത്തിന് മുൻപേ ഒരാളുടെ കയ്യിലുണ്ടായിരുന്നത് അത് മധ്യപ്രദേശ് സർക്കാരിൻ്റെ ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ അയാൾ പണയം വയ്ക്കുകയും അത് പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അത് മധ്യപ്രദേശ് സർക്കാരിൻ്റെ കയ്യിലേക്ക് ആവുകയും ചെയ്യും. അങ്ങനെയാണ് അതിങ്ങനെ ഏറ്റെടുക്കാനുള്ള പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഥയിൽ CK ജാനു എന്ന് പറയുന്ന റിയൽ വ്യക്തിയെ സ്മരിപ്പിക്കുന്ന രീതിയിൽ ശാന്തി എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരുന്നു. അത് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. കാരണം നമുക്ക് ഓൾറെഡി അറിയാവുന്ന, നമ്മളൊരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ സാഹസികമായിട്ട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ ഇരിപ്പിൽ പോലും മാനറിസംസ് കൊണ്ടുവരിക, ഇവർ സംസാരിക്കുന്ന ഭാഷ, ഇതൊന്നും മലയാള സിനിമയിൽ ഒരു പക്ഷേ ഈ ഒരു ഭാഷ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞ സിനിമ കൂടെ നരിവേട്ടയായിരിക്കും. ഈ കഥാപാത്രങ്ങൾ, അവരുടെ മാനറിസം, അവരുടെ ഭാഷ, അപ്പോൾ ഇതിനകത്ത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓൺ ഗ്രൗണ്ടിൽ പോയിട്ട് സ്റ്റഡീസ് നടന്നതാണോ? ഡയറക്ടർ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചാണ്. അല്ല, ആക്ച്വലി അത് കഥ, ആ ഡയലോഗ്സ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി ഉണ്ടല്ലോ. ആ ക്യാരക്ടറിൻ്റെ റെഫറൻസ് ആൾക്കാരിലേക്ക് കൊടുക്കുക, ആ സൂചന കൊടുക്കുക എന്നുള്ളത്, ഈ സിനിമയുടെ സ്വഭാവം എന്താണ്, ഇത് എങ്ങോട്ടാണ് ഈ സിനിമ പോകുന്നത് എന്നൊക്കെയുള്ള ആദ്യത്തെ പ്രൊഫഷനായിട്ടുള്ള കണക്റ്റാണത്. അപ്പോൾ ആര്യ സലീം എന്നുള്ള ആളാണ് അത് ചെയ്തിരിക്കുന്നത്. നേരത്തെ സിനിമകൾ ചെയ്തതാണ്. അപ്പം ആര്യയുടെ മുൻപിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന റെഫറൻസുകൾ ഒന്നും തന്നെ ഇപ്പോൾ CK ജാനുമായിട്ട് ബന്ധപ്പെട്ട CK ജാനുവിനെ കാണിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വീഡിയോ എടുത്ത് കാണിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. നമ്മൾ ഒരു സാധനം സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡയലോഗിലേക്ക് അവരെ കൊണ്ടുവരിക ചെയ്തത്. അപ്പം അബോധപൂർവമായി എന്തെങ്കിലും അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആര്യ ചിലപ്പം രാത്രി ഇരുന്ന് പോയി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ആര്യോട് ചോദിക്കേണ്ട കാര്യമാണ്. പക്ഷേ എനിക്ക് വേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. നടത്തത്തിൽ ഇങ്ങനെയാണ്, നോട്ടത്തിൽ പുരികൻ ചുളിച്ച് നോക്കണം എന്നൊക്കെ, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും വീണ്ടും ഡയറക്ടർ ബ്രില്യൻസ് തന്നെയാണ്. ഡയറക്ടർക്ക് വേറെന്താ പണി? അതും ഓക്കെ, എല്ലാം ഈ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ സിനിമ സംസാരിച്ച് കഴിഞ്ഞു, സിനിമ അതിൻ്റെ സംസാരം അവസാനിപ്പിച്ചു. ഇനി അത് കാണുന്ന പ്രേക്ഷകരാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടമാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് എന്നുള്ളൊരു ഫാക്ടറുണ്ട്. ഇതിനപ്പുറത്തേക്ക് സിനിമ ഈ ഇത്രയും മരണപ്പെട്ട ആളുകളെ രേഖപ്പെടുത്തുമ്പോഴും അവരിൽ ബാക്കിയുള്ള ജീവിച്ചിരിക്കുന്ന ആളുകൾ കൂടെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും അടി കിട്ടി അവശനായിട്ടുള്ള ഒരു ആദിവാസി യുവാവിൻ്റെ കാര്യം സംസാര വിഷയമാണ്. ഇത്തരം ആളുകളെ സിനിമയ്ക്ക് പുറത്തേക്ക് സമൂഹം എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങളുടെ ഒരു യുവർ ഒപ്പീനിയൻ ഓൺ ദാറ്റ്? ഈ സമൂഹത്തിൽ എല്ലാവർക്കും എൻ്റെ ഐഡൻറ്റിറ്റി കാർഡും ചന്ദ്രയുടെ ഐഡൻറ്റിറ്റി കാർഡും എൻ്റെ ഐഡൻറ്റിറ്റി കാർഡും എല്ലാം ഒന്ന് തന്നെയാണ്. അതിൽ വ്യത്യാസമില്ല, അതിലൊരു നിറവ്യത്യാസമില്ല, ഒന്നുമില്ല. അപ്പം ആ ഒരു പൗരനെന്ന നിലയിൽ ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഇത് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇതെന്ത് ഔദാര്യം പോലെയാണ് വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല. അത് അവകാശമാണ്, മൗലിക അവകാശമാണ്. അത് അത് ഈ എല്ലാവരും കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ സർക്കാർ, അതാണ് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം. ആ ഭരണകൂടത്തിന് പൗരന്മാരെല്ലാം ഒന്ന് തന്നെയാണ്. അല്ലാതെ കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ട്, പ്രിവിലേജുകൾ ഉള്ളവരും ഇല്ലാത്തവരും എന്നുള്ള ഒരു കോൺസെപ്റ്റ് സത്യത്തിൽ നമ്മുടെ സിസ്റ്റത്തിലില്ല. പക്ഷേ അദൃശ്യമായിട്ട് അത് നിലനിൽക്കുന്നുണ്ട്. അപ്പം അത് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഭരണകൂടത്തിനുണ്ട്, ഒബ്വിയസ്ലി, ഏത് കാലത്തെ ആണെങ്കിലും. അറിയാമെന്നുള്ളൂ, ചില ക്ഷേത്രങ്ങളിൽ തൊഴാൻ പോകുന്ന പോലെയാണ് PIPQ സാധാ ദൈവം എന്ന് തന്നെയുള്ളൂ. പക്ഷെ പരിഗണന ഡിഫറെൻ്റ് ആണ്. അത് നമ്മളെ കുറച്ച് ഉറക്കത്ത് പറയാമെന്നുള്ളൂ. പക്ഷെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കും, ഇപ്പോഴും നടക്കുന്നു. പാലക്കാട് വിഷയമൊക്കെ കണ്ടിട്ട് ചങ്ക് കയറുന്നത്. ഇപ്പോഴും അത് എത്ര മേൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, കൃത്യമായി നടപടി എടുക്കണം. ആരാന്ന് വെച്ചാൽ ഇപ്പം സിനിമ അവസാനിക്കുന്നതും റേഷൻ കാർഡിൽ പോലും പേരില്ലാത്ത ഒരുപാട് ആളുകൾ അവരുടെ കണക്കുകൾ എവിടെയാണ് എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ്. ഇപ്പോഴും അതിൽ ഉത്തരം ആർക്കും തരാനില്ല, സർക്കാരിനാണെങ്കിലും ഇവിടുത്തെ ആർക്കും തരാനില്ല. അപ്പം ഇത്തരം
ഫാക്ടേഴ്സ് റിയൽ ഇൻസിഡൻസിനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് വിഷ്വൽ റെഫറൻസുകൾ കൂടി ഉണ്ട്. തോന്നുന്നു ഈ അടിമമക്ക എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് CK ജാനു പറയുന്ന ഒരുപാട് വിഷ്വൽ റെഫറൻസ് എനിക്ക് അതിനകത്ത്, ആദിവാസികൾ തന്നെ പരിക്കേറ്റ പോലീസുകാരനെ എടുത്തുകൊണ്ട് പോകുന്നതിൽ പോലീസുകാർ വന്ന് തടയുന്ന രംഗം സിനിമയിൽ പോലും ഉണ്ടാകുന്നുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ടൂൾ കൂടിയാണല്ലോ. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ കാണൂ, പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് പറയുന്നുമില്ല, ഇതാണ് സംഭവം എന്ന് നിങ്ങളത് പറയുകയല്ല, ഓൺ ചെയ്യുകയല്ല. ഈ ടൂളിൻ്റെ ഒരു പവർ നരിവേട്ട ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എത്ര മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം? ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഒരു കഥ വൃത്തിയായിട്ട് പറയണം. നമ്മൾ ഈ പറയുന്ന പശ്ചാത്തലവും രാഷ്ട്രീയവും ഒക്കെ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ വന്നാലേ ആ സിനിമ ആളുകൾക്ക് ഇമോഷണലി കണക്റ്റ് ആവുള്ളൂ. കാരണം ഇപ്പം റിയൽ ലൈഫ് ഇൻസിഡൻറ്റുകളുടെ എല്ലാം വീഡിയോകൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്, ചാനലുകളിലുണ്ട്. അപ്പം അതുപോലെ റിക്രിയേറ്റ് ചെയ്തുകൊണ്ടോ അതിനെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടോ നമുക്ക് ഇത്രയും വലിയ മുതൽ മുടക്കുള്ളൊരു സിനിമ വിജയിക്കില്ല. സിനിമ എന്നുള്ളതിൽ അതിൻ്റെ എസ്തെറ്റിക്സിലും നിൽക്കില്ല. അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മളുടെ ഭാവനയിലുള്ള കഥാപാത്രങ്ങൾ ഈ സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് വേറെ കഥയായി മാറും. ആ കഥയ്ക്കൊരു തുടക്കം ഉണ്ടാവണം, അതിനൊരു പോക്കുണ്ടാവണം, നന്നായിട്ട് പോകണം, എൻഗേജ് ചെയ്യിക്കണം. അത്രയും നോക്കിയിട്ടില്ല. പിന്നെ ഇമോഷണലി കണക്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങളെ ആലോചിച്ചിട്ടുള്ളൂ. പിന്നെ ആർട്ടിന് ചെയ്യാൻ പറ്റുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം, ചില കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്ന് ബോധ്യപ്പെടുത്താം എന്നുള്ളതേ ഉള്ളൂ. ആർട്ടിന് ഡയറക്റ്റ് സമൂഹത്തിൽ പോയി തിരുത്തലുകൾ വരുത്തുക സാധ്യമല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഫിലിം മേക്കേഴ്സാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ആരെയാണ് ടച്ച് ചെയ്യേണ്ടത്. ഇപ്പം ഒരു സക്സസ് സിനിമയുടെ തുടരെ ഉണ്ടാകുന്ന ആവർത്തനങ്ങൾ ചിലപ്പം പ്രേക്ഷകരെയും പഠിപ്പിക്കും. അപ്പം പലതരത്തിൽ ഇപ്പം നമ്മുടെ സിനിമയുടെ ബാക്ക് ബോൺസ് എന്നുള്ള ആലോചിച്ച് നോക്കിയാൽ 90-കളിൽ 80-കളിലൊക്കെ ഉണ്ടായിരുന്ന സിനിമകൾ എന്ന് വെച്ചാൽ കണ്ടന്റിൽ ഭയങ്കരമായി റിസർച്ച് ചെയ്ത് എക്സ്പെരിമെൻ്റ് ചെയ്ത സിനിമകളാണ്. നമുക്ക് ഒരു പരിധിവരെ അതുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഫ്ലോ റേറ്റ് കുറഞ്ഞു. പുതിയ കാലത്തെ തിയേറ്റർ സിനിമ എന്ന സങ്കേതത്തിലേക്ക് വന്നപ്പോൾ, OTT പ്ലാറ്റ്ഫോംസുകൾ വന്നപ്പോൾ, മാത്രമല്ല ഈ പുതിയ യൂട്യൂബ് സ്ട്രീമിങ്സുകളെല്ലാം കൗതുകകരമായി എന്ത് സിനിമയ്ക്ക് പറയാൻ പറ്റും എന്ന ചോദ്യം സിനിമയോട് ചോദിക്കാൻ തുടങ്ങി. സിനിമയിൽ എന്താണ് വാട്ട് ഈസ് എക്സ്പീരിയൻസ് ഇൻ സിനിമ എന്ന് ചോദിക്കുമ്പോൾ അത് മേക്കേഴ്സിൻ്റെ മുകളിലുണ്ടാക്കുന്ന ഭാരം, എഴുത്തുകാരുടെ മുകളിലുണ്ടാക്കുന്ന ഭാരം ചെറുതല്ല. അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിവേഴ്സ് ഓർഡറിൽ വർക്ക് ചെയ്യണം. അതങ്ങനെയല്ല വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഒരു ബഹളവും ഇല്ലാത്ത ഒരു സാധാ സിനിമ എന്ന് പറയുന്ന സിനിമയും തിയേറ്ററിലോടും ഇപ്പോൾ അത് ഫോർമുല കറക്റ്റായാൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ മാർക്കറ്റ് ഇപ്പോൾ എല്ലാ ബിസിനസ്സും ചെയ്യുന്നത് പോലെ തന്നെ സിനിമ, ഇപ്പോൾ ഈ സിനിമ എത്ര പൈസയ്ക്ക് എടുക്കണം, എത്ര പൈസയ്ക്ക് എടുത്താൽ എത്ര പൈസയ്ക്ക് വിൽക്കാൻ എന്ന തരത്തിലുള്ളൊരു റീഡിങ് കൂടി ഓരോ സംവിധായകനും എടുക്കേണ്ടതുണ്ട്. ബോധ്യം ഉണ്ടാവണം. അല്ലാതെ 40 ദിവസം കൊണ്ട് തീർക്കാം എന്ന് പറഞ്ഞിട്ട് 145 ദിവസം ഷൂട്ട് ചെയ്യുന്നത് ദ്രോഹമാണ്. അങ്ങനെയാണ് ഇപ്പോൾ പലപ്പോഴും നടക്കുന്നത് മലയാള സിനിമയിൽ. ഒരു പ്രീ പ്ലാൻ ഉണ്ടാക്കുക, വ്യക്തമായി പ്ലാൻ ചെയ്ത് സിനിമ ചെയ്യുക എന്നുള്ളതും കൂടി ഉത്തരവാദിത്തമാണ്. അപ്പം ടോട്ടലി സിനിമയ്ക്കുണ്ടാകുന്ന ശക്തി ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ ഭയങ്കര കണ്ടന്റ് ഉള്ളൊരു സിനിമ ചെയ്തിട്ട് അത് കൃത്യമായി റീച്ച് ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അത് റോങ് ടൈമിലായി പോലും ചിലപ്പോൾ അത് നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക്സ് ഉണ്ടാവും. അപ്പം നരിവേട്ടയ്ക്ക് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് മാത്രമല്ല ഇതിന് പുറകിലുള്ള ഒരുപാട് അധ്വാനം ഒരുപാട് പേരുടെ ഉണ്ട്, അവർക്ക് എല്ലാവർക്കും നന്ദി. നല്ലൊരു ആസ്വാദനം എല്ലാവർക്കും സാധ്യമാവട്ടെ. മാക്സിമം ശ്രമിക്കും. താങ്ക് യു. ഇനിയും ഒരുപാട് നല്ല സിനിമകളായിട്ട് നമുക്കിങ്ങനെ സംസാരിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു.